ഹായ്, ഇന്നിപ്പോൾ നമ്മുടെ നിത്യജീവിതത്തിൽ ഒരുപാട് പരസ്യങ്ങൾ കാണുന്നുണ്ട്. എന്നാൽ നമ്മളതിൽ പലതും മൈൻഡ് പോലും ചെയ്യലില്ല. ഇപ്പോൾ നമ്മളൊരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു പരസ്യം വന്നു കഴിഞ്ഞാൽ നമ്മളത് സ്കിപ്പ് ചെയ്ത് കളയലാണ് പതിവ്. അതായത് ആ ഒരു പരസ്യം നമുക്ക് ഇൻട്രസ്റ്റഡ് അല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ആ സ്കിപ്പ് ചെയ്ത് കളയുന്നത്. അല്ലെങ്കിൽ നമുക്ക് ആ ഒരു പരസ്യത്തിൽ നിന്ന് ഒരു തരത്തിലുള്ള ഇൻഫർമേഷനും കിട്ടുന്നില്ല. ഇന്നിപ്പോൾ നമ്മളെ വീഡിയോയിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്, നിങ്ങളൊരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അഡ്വർടൈസ്മെന്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. നിങ്ങൾക്കൊരു ബിസിനസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് ആണ് കൊടുക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ആ സർവീസ് എന്താന്നുള്ളത് നമ്മുടെ ലോകത്തിന് അറിയിക്കേണ്ടത് നമ്മുടെ ആവശ്യമാണ്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നതാണ് അഡ്വർടൈസ്മെന്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മുടെ പ്രൊഡക്റ്റിനെ കുറിച്ച് എത്രത്തോളം നല്ലൊരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കൊടുത്താലും, അതായത് ഇപ്പോൾ നമ്പർ 1 പ്രൊഡക്റ്റ് നമ്മുടെ പ്രൊഡക്റ്റിന് ഇന്ന ഗുണങ്ങളുണ്ട് എന്നല്ലേ നമ്മൾ പറഞ്ഞു കൊടുത്താലും, ആ ഒരു അഡ്വർടൈസ്മെന്റ് വഴി നമുക്ക് കൃത്യമായിട്ടുള്ള റിസൾട്ട് കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ആ ഒരു മാർക്കറ്റിങ്ങിൽ വലിയൊരു തെറ്റ് ചെയ്യുന്നുണ്ട്. ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ബിസിനസ്സിനെ മറ്റുള്ളവർ വേണ്ട രീതിയിൽ പരിഗണിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങളുടെ പ്രശ്നമെങ്കിൽ, ആ ഒരു പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിലോട്ട് വരാൻ ഏക വഴി എന്ന് പറയുന്നത് നിങ്ങളൊരു സ്റ്റോറി ടെല്ലറായി മാറുക. ഒരുപാട് സക്സസ് ആയിട്ടുള്ള കമ്പനികളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, നമ്മളൊരു സിനിമ കാണുന്ന സമയത്ത് നമ്മൾ 2.5 മണിക്കൂർ ചെലവഴിക്കും. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സിനിമ ആ 2.5 മണിക്കൂർ കൊണ്ട് നമുക്കൊരു സ്റ്റോറി രൂപത്തിൽ ഒരു വലിയൊരു ഇൻഫർമേഷൻ തരും. അതുവഴി നമുക്ക് കൃത്യമായിട്ട് തന്നെ ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് മനസ്സിലാക്കിയെടുക്കാനും പറ്റും. നമ്മളൊരു ബിസിനസ്സുകാരനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോറി പറയാനുള്ള സ്കില്ല് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അത് പറയാൻ അറിയുകയാണെങ്കിൽ മാത്രമാണ് മറ്റുള്ള വ്യക്തികൾ നിങ്ങളെ ശ്രദ്ധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഒരു കഥയോ ഒരു സിനിമയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും കാണുന്നത്. നല്ല രീതിയിൽ സ്റ്റോറി പറയുന്നത് കൊണ്ടാണ് ആപ്പിൾ എന്ന് പറയുന്ന കമ്പനി ഇത്രയും വലിയൊരു ബ്രാൻഡായി മാറിയതും ഒരുപാട് മനുഷ്യരെ ഇൻസ്പയർ ചെയ്തിരിക്കുന്നതും. നല്ലൊരു സ്റ്റോറി പറയുകയാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് സംസാരിക്കാം. ഇപ്പൊ ഏതൊരു സ്റ്റോറി എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിലും ആ സ്റ്റോറിയിലെ ഹീറോ ഏത് ഗോളാണ് അച്ചീവ് ചെയ്യാൻ പോകുന്നത് എന്ന് നമുക്ക് ആ കഥയുടെ തുടക്കത്തിൽ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. വലിയൊരു ഹിറ്റ് ആവാൻ പോകുന്ന ഹീറോ ഒരിക്കലും ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യലുണ്ടാവില്ല. ഏതെങ്കിലും ഒരു ഗോളിലേക്കായിരിക്കും കൂടുതലും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക. അങ്ങനെ ഒരുപാട് ജോലികൾ ഒരുമിച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഒരുപാട് ഫോക്കസ് നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഒരു ആവറേജ് സ്റ്റോറിയായി മാറുകയാണ് ചെയ്യുക. ഇപ്പോൾ നിങ്ങളൊരു സ്റ്റോറി വഴി നിങ്ങളുടെ ക്ലയൻസിന് നിങ്ങളുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ സർവീസ് മാർക്കറ്റിംഗ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഈ കസ്റ്റമറാണ് നിങ്ങളുടെ ഹീറോ എന്ന് പറയുന്നത്. കസ്റ്റമർ എന്ന ഹീറോയ്ക്ക് അവരുടെ ഏത് ഗോൾ അച്ചീവ് ചെയ്യാനാണ് നമ്മുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ നമ്മുടെ സർവീസ് ഹെൽപ്പ് ചെയ്യുക എന്നുള്ളത് കൃത്യമായി നമ്മൾ പറഞ്ഞു കൊടുത്തിരിക്കണം ആ സ്റ്റോറി വഴി. ഒരിക്കലും എൻ്റെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എൻ്റെ സർവീസ് അതും ചെയ്യും ഇതും ചെയ്യും എല്ലാം ചെയ്യും എന്ന് പറഞ്ഞ് കസ്റ്റമറെ ഒരിക്കലും കൺഫ്യൂസ് ആക്കരുത്. അങ്ങനെ ചെയ്താലുള്ള കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും നമ്മുടെ ആ മാർക്കറ്റിംഗ് ക്യാമ്പയിൻ എൻഗേജ്ഡ് ആയിരിക്കില്ല. ഏതൊരു സ്റ്റോറി എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ ഹീറോ മാത്രമായിരിക്കില്ല, ഒരു വില്ലനും കൂടെ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഹീറോ, അതായത് നമ്മുടെ കസ്റ്റമറുടെ വില്ലൻ എന്ന് പറയുന്നത് അവരുടെ പ്രോബ്ലമാണ്. ആ പ്രോബ്ലം തീർക്കാൻ നമ്മളെ കൊണ്ട് മാത്രമാണ് പറ്റുക എന്ന് നമുക്ക് കൃത്യമായി ആ ഒരു സ്റ്റോറി വഴി നമ്മുടെ ഓഡിയൻസിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്കിടയിൽ അത് കൂടുതൽ റീച്ചിന് കാരണമാകും. വലിയൊരു സെയിൽ വേണമെന്നുണ്ടെങ്കിൽ ഒരു വലിയൊരു മാർക്കറ്റിംഗ് വേണം, വ്യക്തമായ സ്റ്റോറി വേണം. അപ്പോൾ ഇതുപോലുള്ള കൂടുതൽ വീഡിയോസിന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.